ഈ ഒരു ഐറ്റം കണ്ടോ, അതായത് ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസാണ്. നമ്മുടെ പേളിമണിയില്ലേ, പേളിമണിയുടെ ഒരു റെസിപ്പി ഉണ്ടല്ലോ എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന്, ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ബസ്മതി റൈസ് 2 ഗ്ലാസ് എടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ട്. അതെന്നിട്ട് ഊറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ച് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് മുട്ടയും കൂടെ നമുക്ക് ഇതുപോലെ ചിക്കി എടുക്കണം. അപ്പോൾ ഒരു 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. 3 മുട്ട ചിക്കി എടുത്തതാട്ടോ. ഇതിനകത്തേക്കും ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഇട്ടിട്ടാണ് ഇതും ചിക്കി എടുക്കുന്നത്. പക്ഷേ നമ്മുടെ പേർലിമണി ഉണ്ടാക്കുമ്പോഴത്തേക്കിന് ഈ പച്ചക്കറി വഴറ്റുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഈ മുട്ടയും കൂടെ ചിക്കി എടുക്കുന്നത്. നമ്മളിത് സെപ്പറേറ്റ് ആക്കിയാണ് എടുക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിനകത്തുള്ളൂ. മുട്ട ചിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകണ്ട, ഒരു മീഡിയം ലെവലിൽ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം, ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് ഇവിടെ എടുത്തേക്കുന്നത്, അടിയൊന്നും പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അത് വെച്ചു. അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു, സൺഫ്ലവർ ഓയിൽ. അത് കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ബട്ടർ എന്ന് പറയുന്ന സാധനം. ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ, നല്ലൊരു ടേസ്റ്റ് അല്ലേ ബട്ടർ. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് ഇതൊന്ന്, ഈ എണ്ണയും ബട്ടറും കൂടെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 or 6 അല്ലി വെളുത്തുള്ളിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. എന്നിട്ട് അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതൊന്ന് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന സവാള കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ കുറച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ പച്ചക്കറി ഉണ്ടല്ലോ, ക്യാപ്സിക്കം, ക്യാബേജ്, അതേപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ്, ഇത് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇതെല്ലാം ഞാൻ ഓരോന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് ഒന്ന്, ക്യാപ്സിക്കം ഒന്ന്, ക്യാബേജ് മാത്രം ഒരു 1/4 ഭാഗം. അപ്പോൾ ഇത് ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. എന്നിട്ട് കുറച്ച് ഒരു 2 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തതും പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഒണിയനും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനിയാണ് ഇതിനകത്തിലെ വേറൊരു മെയിൻ ഐറ്റം കൂടി ഇടാൻ പോകുന്നത്. അതായത് നമ്മുടെ ഈ മാഗിയൊക്കെ മേടിക്കത്തില്ല പാക്കറ്റ്, അപ്പോൾ ആ ഒരു പാക്കറ്റിനകത്ത് ഇടുന്ന ആ ഒരു മസാലയില്ലേ, ആ ഒരു 2 പാക്കറ്റ് മസാല ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പേർലിമണി ഇടുമ്പോഴത്തേക്കിന് ശരിക്കും പറഞ്ഞാൽ മാഗിയുടെ ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ മാഗി മസാല ഇട്ട് കൊടുക്കുന്നത്. മാഗി മസാലയ്ക്കും അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതോട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അത് കഴിയുമ്പോഴത്തേക്കിന് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. പച്ചക്കറി വറ്റുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ചിക്കനും അതേപോലെ നമ്മൾ ചിക്കി വെച്ചേക്കുന്ന മുട്ടയും, ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി, ഈ ഒരു പച്ചക്കറിയായിട്ട് മിക്സാക്കിയിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ബസ്മതി റൈസ് ഉണ്ടല്ലോ, ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബസ്മതി റൈസ് ഉണ്ടല്ലോ അത്യാവശ്യം നേരത്തെ തന്നെ വേവിച്ച് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇതൊന്ന് തണുപ്പിച്ചിട്ട് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതായത് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം ചെറിയൊരു ചൂടോടെ ഇടുവാണെങ്കിൽ നമ്മൾ ഈ ഇളക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഈ അരിയൊക്കെ ഒന്നും ഒടിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഇത് ഇളക്കണം. അതായത് നമ്മുടെ ഈ വെജിറ്റബിൾ മിക്സ് ഈ ഒരു റൈസിലേക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തുന്ന രീതിയിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ സ്പ്രിംഗ് ഒണിയൻ ഇല്ലേ, സ്പ്രിംഗ് ഒണിയനും കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ തീർന്നു. അത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസ്. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രൈഡ് റൈസിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇതിനകത്തിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബട്ടറും അതേപോലെ തന്നെ നമ്മുടെ മാഗി മസാലയാണല്ലോ. ഈ ഒരു രണ്ടിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അതാണ് ഈ ഒരു ഫ്രൈഡ് റൈസിന് അത്രയും ടേസ്റ്റ് വരാൻ കാരണം. ഞാൻ വീഡിയോ നോക്കിയപ്പോഴത്തേക്കിന് അത്യാവശ്യം ഒത്തിരി പേര് ഈ ഒരു പേർലിമണിയുടെ റെസിപ്പി ഉണ്ടാക്കി തന്നെ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി നോക്കിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റ് നമുക്ക് ഈ ഒരു ഫ്രൈഡ് റൈസിന് കിട്ടും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം.